ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് വ്ളോഗാണ്. ഈവനിങ് വ്ളോഗിൽ നമ്മളുടെ എന്തൊക്കെ പരിപാടികളാണ് നമ്മൾ കാണിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ 4 മണി ആ ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ഫോൺ കണ്ടെടുക്കുമ്പോൾ ഉമ്മ പറഞ്ഞു വായ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എൻ്റെ കാര്യം കുറച്ച് ദിവസമായി പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്നല്ല, പിന്നെ വീടിൻ്റെ അപ്പുറത്ത് ഒരു കുഞ്ഞൊരു പറമ്പ് പോലെ ഉണ്ട്, അങ്ങോട്ട് ഇറങ്ങിയിട്ട് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെൻ്റെ പുതിയ ചെരുപ്പാണ് ഗൈസ്. അപ്പോൾ എൻ്റെ പുതിയ ചെരുപ്പാണ് കേട്ടോ. ഒരാഴ്ച അങ്ങോട്ട് ആയിട്ടുള്ളൂ. അതിൽ മൊത്തം ചെളിയായിട്ട് ഞാൻ കഴുകിയിട്ടേക്കാണ്. എൻ്റെ കാല് നല്ല വിയർക്കുന്ന കാലാണ്. അപ്പോൾ നല്ല ചളിയായിട്ട് ഞാൻ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ കാലുമ്പോൾ ഒറ്റ കാലുമ്പോൾ പാസറുണ്ട്, ഒറ്റ കാലുമ്പോൾ പാദസരമില്ല. അങ്ങനെയാണ് ഇട്ടുള്ളത്. ഞാൻ ഇതാ വീടിൻ്റെ പുറകിലേക്ക് വന്നിരിക്കുകയാണ്. ഇതാണ് എൻ്റെ വീടിൻ്റെ പുറകു ഭാഗം എന്ന് പറയുന്നത് ഗൈസ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ ഹോം ടൂർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കുറച്ച് വൈകിട്ടായാലും എങ്ങനെയായാലും ഞാൻ ഈ പഴയ വീടിൻ്റെ കേട്ടോ, പുതിയ വീട് വേറെ വെക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ അല്ലാണ്ട് ഈ വീടിൻ്റെ ഹോം ടൂർ ഞാൻ എന്തായാലും ഈ വർഷം തന്നെ ഇടും. അപ്പം ഞാൻ നടന്ന് പോയിക്കൊണ്ടിരിക്കുക. സ്പീഡൊക്കെ കൂട്ടണം. വീഡിയോയ്ക്ക് കുറച്ച് ലാഗ് ആവുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ വീഡിയോയ്ക്ക് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. അപ്പം തന്നെ 25 മിനിറ്റ് ഉണ്ട് ഗൈസ്. 13 ആക്കണം. എങ്ങനെയും കുറച്ച് കഷ്ടപ്പാടാണ്. എന്തായാലും എങ്ങനെയൊക്കെ ചെറുതാക്കണം. പുതിയ ലാഗിലി വരെ പോണ് പെട്ടോ. ഗ്രാസ് സൈഡ് സെറ്റാക്കാം ഗൈസ്. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് നടക്കുകയാണ്. സംഭവം കുറച്ചധികം ലാഗാണ് ഞാൻ, കാരണം കുറച്ച് അധികം നേരം ഞാൻ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ കാലിനെ കുറിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ കുറച്ചിട്ട് തന്നെയാണ് സെറ്റാക്കുന്നത്. ഇത് 6 മണി ആവാനായി ഗൈസ്. അപ്പം നമ്മൾ അങ്ങനെയൊക്കെയാണ് വീഡിയോസൊക്കെ എടുക്കുന്നത്. സ്കൂളിൽ നിന്ന് വന്നിട്ട് കണ്ണ് വാട്ടർ പ്രൂഫ് ആയിരുന്ന സാധനം പോകണില്ല. ഞാൻ കുറേ ഇന്ന് പിന്നെ ഒരു കാലൊക്കെ ഒന്ന് വൃത്തിയാക്കണമെന്നുണ്ട്. കാരണം എൻ്റെ കാല് ഞാൻ പറഞ്ഞു വിയർക്കുന്ന കാലാണ്. ഞങ്ങൾ ക്ലാസ്സിൽ ചെരുപ്പിടത്തില്ല. ചെരുപ്പ് ഞങ്ങൾ പള്ളിയുടെ ഉള്ളിലാണ് ക്ലാസ്. കാരണം സ്കൂൾ കുറച്ച് പുതുക്കി പണിയണ കാര്യം. ഓക്കെ, അപ്പം ഞാൻ ഈ കാലൊക്കെ വൃത്തിയാക്കണമെന്ന് പറയാനുള്ള കാര്യം ഞാൻ റെഡിക്കൂടെ കാര്യം ഞാൻ പറയാം. കാരണം ഞാൻ ഇതിൽ പറയുന്നത് കുറച്ച് ലാഗിൻ്റെ ലാഗിലാണ്. അപ്പോൾ അൾട്രാ ലാഗിൽ പറയുന്നത് കൊണ്ട് തന്നെ ഞാനൊന്ന് അൾട്രാ സ്പീഡിൽ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാലിൽ പെട്ടെന്ന് വിയർക്കുന്ന കാലാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കാലിൽ ഞങ്ങളുടെ ക്ലാസ്സിൽ ഞങ്ങൾ ചെരുപ്പിടാണ്ട് നടക്കാൻ കാരണം ഞങ്ങളൊന്നല്ല, അത് ഞങ്ങൾക്ക് നടക്കാൻ പാടില്ല. ഞങ്ങളുടെ ക്ലാസ് സ്കൂൾ പുതുക്കി പണിയുന്നത് കൊണ്ട് ഞങ്ങൾക്ക് സ്കൂളിലും ഞങ്ങളുടെ ക്ലാസ്സിലോട്ട് ഞങ്ങൾക്ക് 7ാം ക്ലാസ്സിന് മാത്രം പള്ളിയുടെ ആ ഭാഗത്താണ് ക്ലാസ് വന്നിട്ട്. അപ്പോൾ പള്ളിയിലെ കാറ്റിസം ക്ലാസ്സസിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ അങ്ങനെ വരുമ്പം ഞങ്ങൾക്ക് ചെരുപ്പ് അവിടെ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ചെരുപ്പ് പുറത്തിറക്കിയിട്ട് ടൈലാണ് അതിൻ്റെ ഉള്ളിൽ, അപ്പോൾ വൃത്തിയുണ്ടാവും. പക്ഷേ ടീച്ചേഴ്സൊക്കെ ചെരുപ്പിട്ട് നടക്കണ കാരണം ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഗൈസ്. ഞങ്ങൾക്ക് ആകെ മണ്ണായിട്ട് ആകെ ഇതാണ്. വിയർക്കണവർക്ക് പിന്നെ കൂടുതൽ പറയാൻ കാര്യമില്ല. കാല് വിയർക്കും. അപ്പം മണ്ണിൽ ചവിട്ടും. നമ്മൾ ഉള്ളിൽ ഫാനൊക്കെയാണ്, നല്ല തണുപ്പാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമല്ലോ ചെരുപ്പിട്ടിട്ട്. അപ്പോൾ ചെരുപ്പിട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാല് വിയർക്കാൻ തുടങ്ങും. ചൂടിലേക്ക് ഇറങ്ങില്ല നമ്മൾ. തണുപ്പിൽ ഇത്ര ഇരുന്നിട്ട് ചൂട്ടിലേക്ക് ഇറങ്ങുമ്പോൾ എങ്ങനെയാവും? അപ്പം നല്ല വിയർക്കാൻ തുടങ്ങും. അപ്പം അങ്ങനെ കാല് വിയർക്കുമ്പോൾ പിന്നെ ചെരുപ്പിലേക്ക് ആ ചെളിയാവും. അങ്ങനെയാണ് സംഭവം ഉണ്ടാവണത്. ഫുള്ള് വണ്ടികളാണ് ഗൈസ്. അത് കാരണം കൂടിയാണ് ഞാൻ ഈ വോയിസൊക്കെ ഒന്ന് വേണ്ടാന്ന് വെച്ചത്. മൊത്തം വണ്ടികളുടെ ശല്യങ്ങളായിട്ട്. അപ്പം ഞാനീ നോക്കണത് അതാണ്, ഈ വണ്ടികൾ ഒരുമാതിരി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സംഭവം ഇങ്ങനെ കാല് വേറെ വൃത്തിയാക്കാൻ വിചാരിക്കുന്നത്. പോയി എൻ്റെ
പാചസരം എന്ന് ഞാൻ പറയണേ, പാചസരത്തിൽ വരെ ചെളിയാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം കാരണം ഞാൻ കുറച്ച് ദിവസമായി സ്ക്രബൊക്കെ ചെയ്ത് കാല് ഒന്ന് വൃത്തിയാക്കിയിട്ട്, അങ്ങനെ കഴുകലല്ല ഉദ്ദേശിച്ചത്, സോപ്പിട്ട് കഴുകും. പക്ഷെ എന്നാലും ഞാൻ ഇടയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഞാനിങ്ങനെ സ്ക്രബ്, അത് ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ഉപയോഗിക്കാമെന്ന് ചാച്ചി പറഞ്ഞു. എനിക്ക് ചാച്ചിയാണ് കേട്ടോ സ്ക്രബ് എന്നത് ഗൈസ്. അപ്പോൾ 2025 മെയ്യിൽ അതിൻ്റെ ഡേറ്റ് തീരും. അപ്പോഴേക്കും അത് തീർക്കും വേണം. പിന്നെ നമുക്ക് നമ്മൾ മലയാളികളുടെ സ്ഥിര സ്വഭാവമാണ്, ഇപ്പോൾ പറഞ്ഞ് തീർക്കൊന്നും വേണ്ട, ഇതാക്കൊന്നും വേണ്ട. അപ്പം തീർക്കും വേണം, എനിക്കത് ഉപയോഗിക്കുകയും വേണം, അത് നല്ലതാണ്. അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, വെച്ചിട്ട് ഒരു ആഴ്ച കൂടെ ആയില്ല, അപ്പോഴേക്കും ചെരുപ്പ് ചെളിയാവാൻ തുടങ്ങി. ഞാൻ കാല് കാണിച്ചത്, പക്ഷെ നിങ്ങൾക്ക് എന്തുമാതിരി ആവും. ഇതാണ് എൻ്റെ കാലിൻ്റെ അവസ്ഥ. അതിൽ നിങ്ങൾക്ക് ക്യാമറയിൽ കാണുമ്പോൾ കുറച്ച് ബ്രൈറ്റ്നസ് ഉണ്ട്, ബട്ട് തീരെ ഇല്ല, അത്രയും ബ്രൈറ്റ്നസ് പോലും ഇല്ല. നമ്മുടെ ശരിക്കും റീലിൽ കാണുമ്പോൾ പിന്നെ ഒരു പുട്ടി പോലെ വര പോലെ എനിക്ക് തീരെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ കാലം നല്ല വൃത്തിയായിട്ട് കിടക്കുന്ന കാലാണ്, വിയർപ്പുള്ള കാരണം മാത്രമാണ് പ്രശ്നം. തണുപ്പ് കാലത്തൊക്കെ നല്ല ഗുഡ് കാലാണ് എൻ്റെ, അത്രയും ഇതൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും തണുപ്പ് കാലത്തും ഉണ്ടാവും കേട്ടോ. ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അപ്പോൾ കാല് വിയർക്കും. എൻ്റെ കാല് വിയർക്കലൊന്നും ജന്മത്തിൽ നിൽക്കുന്ന എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഇത് സംഭവം സെറ്റാക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ പാചസരത്തിൽ വരെ ചെളിയുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതാണ് സംഭവം. പാചസരം വരെ ചെളിയായി ഗൈസ്, അത്രയ്ക്കുണ്ട് ചെളി. കാരണം അത്രയും ക്ലാസ്സിലെ എല്ലാ ചെളികളും കൂടിയിട്ടാണ് വരിക. അപ്പോൾ ആ ഒരു മാതിരിയാണ് കാലം തന്നെ എന്തോ മാതിരി എനിക്ക് തോന്നും. അപ്പം ഞാനൊരു ദിവസത്തിൽ തന്നെ ഒരു 5-6 പ്രാവശ്യം കാല് കഴുകും കേട്ടോ. അങ്ങനെയാണ് എൻ്റെ അവസ്ഥ. എൻ്റെ കൈയായാലും അങ്ങനെ തന്നെയാണ്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഞാൻ ഇപ്പം എന്താ കാണിക്കുന്നത്, ഞാനിപ്പോൾ നഖം വെട്ടാൻ വന്നു. ക്ലീനിങ് ഒക്കെ പകരമായിട്ട് ഞാൻ നഖം വെട്ടി. ഫസ്റ്റ് എൻ്റെ നഖം വെട്ടലായിരുന്നു പരിപാടി. അങ്ങനെ ഞാൻ നഖം വെട്ടി കഴിഞ്ഞിട്ട് ഓഡിയോൻ്റെ ഫേസ് ആൻഡ് ബോഡി സ്ക്രബാണ്. പപ്പായ ആൻഡ് കുക്കുംബറിൻ്റെ അടങ്ങിയിട്ടുള്ള സംഭവം തീർന്നിട്ടുള്ളതാണ്. ഞാനതിന് ഇതാക്കിയിട്ടാണ് നന്നായിട്ട് കാലിൽ പുരട്ടിയിട്ട് സ്ക്രബ് ചെയ്തിട്ട് ഞാൻ കുറച്ച് മിനിറ്റ് വാഷ് കഴിഞ്ഞ് പിന്നെ ഞാൻ സോപ്പ് ഇട്ട് കഴുകി കാല്. പിന്നെ കുറച്ച് മിനിറ്റ് ഞാൻ യൂസ് ചെയ്തത് ഒരു സിറം പോലെ ഓയിലാണ് കേട്ടോ, അത് ക്യാരറ്റ് ഓയിലാണ്. അത് നമുക്ക് കയ്യിൽ മുഖത്ത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഞാൻ ഫേസിലാണ് ആദ്യമായിട്ടാണ് ഞാൻ കാലം അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ ഗുഡ് റിസൾട്ടാണ് സംഭവം, അത്യാവശ്യം റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക്. കുറേ ദിവസം അടുപ്പിച്ച് ചെയ്യണം കേട്ടോ. പക്ഷേ എനിക്ക് ഫോൺ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ ഒരു കുഞ്ഞൊരു മാറ്റം പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. സംഭവം ഞാനത് ഇതാക്കി തേച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്തായിരുന്നു കേട്ടോ. എൻ്റെ ആ കാൽമത്തെ ഒരു പൊട്ടിയ സംഭവത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ തൊട്ട് നോക്കുന്നൊക്കെ ഉണ്ട്, എന്താ സംഭവം എൻ്റെ ഇതിൽ എന്തോ കറ പോലെ ആള് കളിച്ച പൂളുകളില്ല, ഉറക്കം വരുന്നുമുണ്ട്. ഞാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുണ്ട് ഗൈസ്. എൻ്റെ മനുഷ്യരുടെ അവസ്ഥ ഞാൻ നോക്കുകയാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലേ. അപ്പം ഞാൻ സ്കൂൾ വിട്ട് വന്നിട്ട് അങ്ങനെയാണ് ഞാൻ പലപ്പോഴും, എന്നിട്ട് ഞാനത് എടുക്കാതിരിക്കുന്ന ടൈമിലൊന്ന് വൃത്തിയാക്കിയിടും. പിന്നെ നിസ്കരിച്ചു ഓതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓതിക്കഴിഞ്ഞ് പിന്നെന്താണ് വിജ്ഞാനോത്സവത്തിൻ്റെ ആ സംഭവമല്ലേ അതാണ് നമ്മൾ ആ വർക്ക് ഇത്ര ദിവസം നമ്മൾ കഷ്ടപ്പെട്ടിരുന്ന് ചെയ്ത വർക്കാണ് അവിടെ സംഭവം. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്ത് കഴിഞ്ഞു. ഇത് നാശമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൈ തട്ടിട്ട് തന്നെയാണ് കേട്ടോ സംഭവം. മീൻ കറി കഴിച്ചിട്ട് വന്നു, സോപ്പിട്ടൊന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല കൈ. ഞാൻ എന്തിനോ കൊണ്ട് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോഴത്തേക്കും കൈ അതിലായിട്ട് സംഭവം ഇതായി. പിന്നെ ഞാൻ നെക്സ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാനാണ്. അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഒരു കലമ്പാണ് ഗൈസ്. ഇന്നുണ്ട് ചെറുതായിട്ടൊക്കെ. ഞാൻ ഫയലോടെ കിടക്കണോ, ബ്രഷ് പെന്നിൻ്റെ പെട്ടി ഇവിടെ കിടക്കണം, ബ്രഷ് പെൻസ് ഇവിടെ കിടക്കണം, റൈസർ, സ്കെയില്, എന്തൊക്കെയോ ബ്രഷ് പെന്ന്, ഹൈലൈറ്റേഴ്സ്, പിന്നെന്താ കിടക്കണത്
പിന്നെ കുറേ കളേഴ്സ്, പിന്നെ പെന്ന്, മറ്റേ തരം ഷേപ്സൊക്കെ ഉള്ള സ്കെയില്. ഇതാ ഈ സൈഡിലായിട്ടൊരു റൈറ്റിംഗ് പാഡ് മറ്റേ അങ്ങനെ ഫുഡ് ഇതാക്കി വെക്കണ പോലത്തെ ആയിപ്പോൾ. ഞാൻ പ്ലം കേക്ക് വെച്ചിട്ടുണ്ട്. പൗച്ച്, അത് ഫയലൊക്കെ കിടക്കുന്നുണ്ട്. ഞാനും കിടക്കുന്നുണ്ട് കൈസ് ഇവിടെ. എനിക്ക് തീരെ വയ്യാണ്ടായി. അത് മടക്കി നിന്നിട്ട് കുറച്ച് നേരം നിന്നപ്പം ഇന്ന മാതിരിയാണല്ലോ. ബോർഡർ ഡിസൈനിങ് ഒക്കെ കഴിഞ്ഞു. ഞാൻ എൻ്റെ അർത്ഥം നോക്കട്ടെ കേട്ടോ.